പയ്യൻ നല്ലൊരു ജോലിയും വാങ്ങി സുന്ദരി പെണ്ണിനെയും കെട്ടി വെട്ടുകാരന്റെ വീട്ടിൽ പൊറുതി തുടങ്ങാൻ പോവുക. ബോംബെയിൽ നിന്ന് ശിവയിൽ നിന്ന് ആളെ കൊണ്ട് ഒതുക്കാൻ നോക്കിയവര് ഇനി സ്വന്തമായിട്ട് അങ്ങ് ഒതുങ്ങിയാൽ മതി. അല്ല, കോളനിക്കാർ മുഴുവൻ അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സ്ഥിതിക്ക് ഇനി വഴക്കും കുത്തും വെട്ടുമെല്ലാം ഒതുക്കി അവനുമായി സന്ധി ചേരുന്ന നല്ലത്. അതിപ്പോ വലിയ ബുദ്ധിയൊന്നുമല്ല, വേറെ ഗത്യന്തരമല്ല. അത് തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാൻ പോവാ. ഇനി ഇവിടെ ദാതയാകാന്നുള്ള ദിവാസ്വപ്നം കാണാൻ ഞാനില്ല. ഇനി അമ്മയ്ക്ക് ഇതുപോലെ താമസിക്കാൻ ഒരാളെ കൈ പിടിച്ച് കയറ്റേണ്ടി വരും. ആരാണെന്ന് പറയണ്ടല്ലോ. നിൽക്കാതെ ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ. പിള്ളേർക്ക് നേരെ നെറി അറിയാൻ പ്രായമായി. നിന്റെ കുരുട്ടും കുഞ്ഞായ്മ ഒന്നും ഇവിടെ ചെലവാവത്തില്ല. ചിരിക്കേ. ആ ചിരിക്കാൻ. അയ്യോ ചേച്ചി, നമ്മൾ തമ്മിലുള്ള വഴക്കൊക്കെ ഇങ്ങ് മറന്നേക്കണം. പിന്നെ ഞാനും ഭരതേട്ടനെ പോലെ കെട്ടാൻ പോവാ. നീ കെട്ടാൻ തോന്നുന്നു? ആരാ ആള്? ആള് ഭരതേട്ടൻ പറഞ്ഞ ആള് തന്നെ. അതായിക്കോട്ടെ, എന്റെ തങ്കമ്മ ചോദിച്ചത് അതാരാന്നാ? ചതിച്ചോ? അല്ല, ആശാൻ ഡ്രൈവർ പണിക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും കൂടെ വരും, അല്ലേടാ പപ്പ? അതിപ്പോ ആലോചിക്കേണ്ട ഒരു പ്രശ്നം. ആലോചിക്കാനോ? ഞാനും കൂടി ഇല്ല, താൻ ഒറ്റയ്ക്ക്. ആനന്ദം കൂടി ഉള്ളപ്പോ. ഓഹോ, അത് ശരി. ഇപ്പൊ എന്റെ സ്ഥാനത്ത് അവളാണല്ലേ. ഏതായാലും ഇങ്ങനെ ഒരു ദിവസം സത്യത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായി. മോൻ ഇഷ്ടപ്പെട്ട പത്തിരിയും കോഴിക്കറിയും ശരിയാക്കുന്നുണ്ട്. അപ്പൊ കുശാലായി. ഭരതാ, നമുക്ക് അല്പം സംസാരിക്കാനുണ്ട്. വാ, പുറത്തേക്ക്. വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നേ. ജോലിക്ക് പോണമെന്നും കല്യാണം കഴിക്കാൻ പോണമെന്നും ഒക്കെ. അപ്പോ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും നമ്മൾ തമ്മിൽ ഇനി ശത്രുത വേണ്ട. വെട്ടുകാരനുള്ളപ്പം മുതലുള്ള പിണക്ക അത് നമുക്ക് ഇന്നോടെ മാറ്റാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് സഹകരിച്ചു പോയാ കോളനിക്കാ ഗുണം. അതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് കൈകൊടുത്ത് സ്നേഹത്തോടെ കഴിയാൻ വേണ്ടിയാ ഇപ്പൊ വന്നേ. ഈ കോളനിയിൽ ഇങ്ങനെ ഒന്ന് ആദ്യ അതൊന്നും ആഘോഷിക്കാതെ പറ്റുകയില്ല. അതെ അതെ, ആഘോഷിക്കണം. വരൂ, പോകാം. ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഒരു ചെറിയ ഇടങ്ങും കൂടിയുണ്ട്. ചെമ്പുകാട്ടിലത്തിലെ നമ്പൂരി ജപിച്ചു മൂടിത്തുന്ന കുടവായത് ശത്രുത മുഴുവൻ അങ്ങ് ഒഴിയാൻ, വളങ്ങളുടെ മൊത്തം ഐശ്വര്യത്തിന്. ധൈര്യശാലിയായ അഭിവാഹകനായ ചെറുപ്പക്കാരൻ ഇത് പുഴയെ കൊണ്ടുപോയി പൊട്ടിച്ചൊടുക്കണം. ഭരത, നീയുള്ള ഈ കോളനിയിലെ ഇതിനു പറ്റിയ ആള്. നീ ഇത് കൊണ്ടുപോയി തെക്കേക്കരയിൽ പൊട്ടിച്ചൊടുക്കണം. എന്റെ ഒരു അപേക്ഷയാണ്. നമുക്കിനിയെങ്കിലും മനസ്സമാധാനത്തിൽ ഒരുമിച്ച് കഴിയണം. ഓ, അതൊന്നും വേണ്ട. മനസ്സുകൊണ്ട് സ്വർണ്ണയായില്ലേ, അത് മതി. ഈ കോളനിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലയോ മോനെ? ഒരു നല്ല കാര്യത്തിനല്ലയോ? അതും കൂടെ അങ്ങ് കഴിച്ചേര്. അതെ, ചെല്ലു മോനെ. വേലായുധൻ ചേട്ടൻ ഇത്രയും പാടുപെട്ട് കഴിച്ചോണ്ട് വന്നല്ലേ? അതെ ചേട്ടാ. ഞാനും കൂടെ വരാം. നീ വീട്ടിൽ പോയിക്കോ. പോകാ. ഒന്ന് വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉടച്ചാ മതി. അതോടെ എല്ലാം തീരും.
പോവാ. ഇനി വഴക്ക് വേണ്ട. വേണോടാ, നീ ചാകും പറ വേണം. നീ ജീവനോടെ ഇരുന്നാൽ പിന്നെ ഈ കോളനിയിൽ രാജാവാകാൻ, താഴെയാകാൻ. അത് വേണ്ട. ഒറ്റയന്മാരെ പോലെ ആരെങ്കിലും ഒരുത്തൻ കുത്തിച്ചാവണം. നീ തന്നെ കേട്ടു. നിനക്കറിയാവടാ, ഈ രാഘവനും വേലായുധനും കൊമ്പനൊന്നും അല്ല നിന്റെ തന്നേ കൊന്നത്. ഈ ഞാനാ, അണലിത്തോമ. ഇതുകൊണ്ട് നീ ഇതുകൊണ്ട് തന്നെ ഒതുങ്ങാൻ പോവാടാ. കൊല്ലവനെ. ചേട്ടാ, എന്താ ഇത്? ഈ കത്ത് മാഷ് തന്നപ്പോ തൊട്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എന്റെ കൈ തന്നപ്പോ വെള്ളയായിരുന്നു നിറം. ഇപ്പോ എന്റെ വിധിയുടെ നിറം. മാഷേ, മാപ്പ്. ദേവി,